ജൂമി സർ, ആ. എന്താണ് പൊതുവെ നമ്മുടെ ഒരു CUT PG എക്സാം പോലത്തെ എൻട്രൻസ് എക്സാം ഒക്കെ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാം എങ്ങനെയാണ്, അല്ലെ എക്സാം എന്താണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ ഈ എക്സാമിനെ മനസ്സിലാക്കാൻ പറ്റും? എക്സാമിന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എക്സാമിൻ്റെ സിലബസ് ആയി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ CUT PGയുടെ കേസ് 75 ചോദ്യങ്ങളാണുള്ളത്. 1 മണിക്കൂർ 45 മിനിറ്റുമാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒബ്ജക്റ്റീവ് ടൈപ്പാണ് പരീക്ഷ. അവിടെ നിന്നിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ തുടങ്ങും. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കാം, അസർഷൻ റീസണിങ് ആയിരിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം, ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഇങ്ങനെ 7, 8, 9 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു സെയിം കോൺസെപ്റ്റ് അങ്ങ് ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് എക്സാംസിനെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എൻട്രൻസിനെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് എക്സാംസ് എഴുതുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ, എവിടെയൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെ വേണം നമ്മുടെ സിലബസിനോട് ചേർന്ന് പഠിക്കാൻ. അല്ലാതെ എല്ലായിടത്തും നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്ന് എല്ലാ സംഭവവും കൂടെ പഠിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഒരു കോമ്പറ്റേറ്റീവ് CUT PG പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ആ മിസ്റ്റേക്കാണ് സ്റ്റുഡൻസ് ആദ്യം ഒഴിവാക്കേണ്ടത്. എന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും.